നമസ്കാരം. ഇന്ന് മെയ് 8 ബുധനാഴ്ചയാണ്. ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ജ്യോതിഷപരമായി സംഭവിച്ചിരിക്കുന്നതിനാൽ ചില കാര്യങ്ങൾ പ്രത്യേകം പറയാനുണ്ട്. ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അഥവാ ചില രാശിക്കാരുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെ പറയാം. എന്തെല്ലാം കാര്യങ്ങളാണ് ജ്യോതിഷപ്രകാരം സംഭവിച്ചിരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം. ചന്ദ്രൻ മേടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നതായ അവസരമാണ് ഇത്. സൂര്യന്റെയും ബുധന്റെയും സംയോജനം രൂപാന്തരപ്പെടുന്നുമുണ്ട്. കൂടാതെ വൈശാഖ മാസത്തിലെ അമാവാസി തിഥി കഴിഞ്ഞ ദിവസം കൂടിയാണ് ഇന്ന്. അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കുന്നുണ്ട്. സൗഭാഗ്യയോഗം, ബുധാദിത്യ യോഗം, അശ്വതി നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടന്ന് കഴിഞ്ഞിരിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില രാശിക്കാർക്ക് പ്രത്യേകിച്ചും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിനാൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്നതായ ഫലങ്ങൾ എല്ലാം തന്നെ പൊതുഫലപ്രകാരം പരാമർശിക്കുന്ന ഫലങ്ങളാണ് എന്ന കാര്യം ഏവരും പ്രത്യേകം ഓർത്തിരിക്കുക. കാരണം നിങ്ങളുടെ ജാതകപ്രകാരം വന്നു ചേർന്നിരിക്കുന്നതായ ദോഷഫലങ്ങളാൽ ഈ ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണം എന്നില്ല. അഥവാ ഈ ശുഭഫലങ്ങളുടെ അനുകൂലമായ കാര്യങ്ങൾ അല്പം കുറവായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. ആ കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്നേ ദിവസം ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ അഥവാ ധനം സമ്പാദിക്കുവാൻ ഇന്നേ ദിവസം സാധിക്കുന്നതാണ്. അതിൽ വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പുതിയ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ് വിപുലീകരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ തന്നെ ഈ സമയം അനുകൂലമായ അഥവാ ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. പ്രണയികൾക്കും അനുകൂലമായ ദിവസമാകുന്നു. എന്നാൽ ഇന്നേ ദിവസം വളരെ ഇഷ്ടപ്പെടുന്നതായ വ്യക്തികളുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്തകൾ, ശുഭകരമായ സമയങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുമുണ്ട്. ഹനുമാൻ സ്വാമിയുടെ കൃപ കൂടി നിങ്ങൾക്കുള്ളതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നതായ സമയമാണ്. പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും മുന്നേറുവാനുള്ള അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ധനപരമായ നേട്ടങ്ങളും മറ്റു രീതിയിലുള്ള സൗഭാഗ്യങ്ങളും തേടിയെത്തുന്നതായ സമയം. ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. ഇന്നേ ദിവസം ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നത് മൂലമോ അശ്രദ്ധ മൂലമോ ചില ദോഷകരമായ ഫലങ്ങളും വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി പ്രധാനമായും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇന്നേ ദിവസം ഇവർക്ക് അനുകൂലം തന്നെയാകുന്നു. എന്നാൽ എപ്രകാരം കാര്യങ്ങളാണ് അഥവാ ഏതെല്ലാം കാര്യങ്ങളാണ് ഇവർക്ക് അനുകൂലമായി ഭവിക്കുക എന്നുകൂടി അറിയുക. നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായി തീരാം. എന്ത് കാര്യവും ഇന്നേ ദിവസം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമായിരിക്കും എന്ന കാര്യം ഓർക്കുക. എന്നാൽ പല വ്യക്തികളെയും അമിതമായി വിശ്വസിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ മൂലമോ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. ആ കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ കരാറുകൾ ലഭിക്കുക, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതായ സമയമാണ്. ഇന്നേ ദിവസം കൂടുതൽ ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയമാകുന്നു. ഇന്നേ ദിവസം മറ്റുള്ളവരെ തങ്ങളുടെ വാക്കുകളാൽ സ്വാധീനിക്കുവാൻ
സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. കൂടാതെ നിങ്ങളുടെ ബഹുമാനം, സ്വീകാര്യത എന്നിവ വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ജോലിയുമായി ബന്ധപ്പെട്ടും കരിയറുമായി ബന്ധപ്പെട്ടും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം പ്രണയികൾക്കും അനുകൂലമാണ് സമയം. കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. ഇന്നേ ദിവസം കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാനും സാധ്യത കൂടുതലാകുന്നു. ചെറിയ യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. ചെറിയ യാത്രകൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇന്നേ ദിവസം ആരോഗ്യപരമായി അല്പം ഉയർച്ച നേടുവാൻ അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കുന്നതായ ദിവസം എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ന് തീർച്ചയായും നിങ്ങൾ ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. സ്വാമിയുടെ അറിയാവുന്ന മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നതും ശുഭകരമാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രധാനമായും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും പണം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അഥവാ ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ലാഭം ലഭിക്കുക, പുതിയ കരാറുകൾ നിങ്ങൾക്ക് ലഭിക്കുക, കൂടാതെ തൊഴിൽപരമായി നേട്ടങ്ങൾ വന്നു ചേരുക, കർമ്മമേഖലയിൽ വിജയം തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. ഇന്നേ ദിവസം ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത അല്പം കൂടുതലാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും, നടക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മികച്ചതായ പ്രകടനങ്ങൾ പുറത്തെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസമാണ്. എന്നാൽ അശ്രദ്ധ മൂലമോ മറ്റൊരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലമോ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇന്നേ ദിവസം ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രണയികൾക്കും അനുകൂലമാണ് സമയം. കൂടാതെ ഇന്നേ ദിവസം ജോലി ഉള്ളവർക്ക് കൃത്യസമയത്ത് തന്നെ ജോലി പൂർത്തിയാക്കുവാൻ, പ്രശംസ നേടിയെടുക്കുവാൻ പോലും സാധിക്കുന്നതായ സമയം. ഇന്നേ ദിവസം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായ സമയമാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പോലും അനുകൂലമായ ഫലങ്ങൾ, അനുകൂലമായ രീതിയിൽ സമയം ചെലവഴിക്കാനുള്ള സമയങ്ങൾ, അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കുടുംബത്തിൽ തർക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. ഇന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കടവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ, ഒരു പരിധിവരെ ഒഴിവാക്കുവാനോ സമയം നീട്ടിക്കിട്ടാനോ സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം സന്തോഷവും സമാധാനവും പൊതുവെ ലഭിക്കുന്നതായ ദിവസമാണ്. എന്നാൽ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും പ്രത്യേകിച്ചും ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വളരെ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിക്കാർ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ശുഭകരമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ്.
നിങ്ങൾ ചെയ്യുന്നതായ ജോലികളിൽ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ജോലിയുമായി ബന്ധപ്പെട്ടും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുവാനോ തടസ്സങ്ങൾ നീക്കുവാനോ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ, ആഗ്രഹ സാഫല്യം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണും എന്ന് തന്നെ പറയാം. സ്ഥാനക്കയറ്റം നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. പല തരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. ആ വെല്ലുവിളികൾ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നേരിടുവാനും പ്രതിരോധിക്കുവാനും സാധിക്കുന്നതായ ദിവസം എന്ന പ്രത്യേകതയുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. സഹായമായി ധനം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുവാനുള്ള അവസരം, അത്തരത്തിലൊരു ആഗ്രഹമുണ്ട് എങ്കിൽ അത് സാധിക്കും. അതായത് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. കൂടാതെ പല രീതിയിലുള്ള ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നിറവേറ്റുവാനായി നിങ്ങൾ പരിശ്രമിക്കുകയും അതിൽ വിജയം കാണുവാൻ സാധിക്കുകയും ചെയ്യും. നിക്ഷേപങ്ങൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരികയും തന്മൂലം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിക്ഷേപങ്ങൾ നടത്തുവാനോ അല്ലെങ്കിൽ അതേക്കുറിച്ച് മനസ്സിലാക്കുവാനോ സാധിക്കും. ഇന്നേ ദിവസം ശുഭകരമായ വാർത്തകൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് കൂടി ബോധ്യമായാൽ മാത്രമേ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പാടൂ. അതല്ല എങ്കിൽ ദോഷമേ നിങ്ങൾക്ക് വരൂ. കൂടാതെ ഈ സമയം എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല, അശ്രദ്ധ പാടുള്ളതല്ല. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുക. ഹനുമത് മന്ത്രങ്ങൾ ജപിക്കുന്നതും ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക.